وبركاته. السلام عليكم ورحمة الله وبركاته. അതിൻ്റെ സാരസമ്പൂർണമായ പ്രസംഗവും അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു സഹോദരൻ മൈക്കെടുത്ത് നമ്മൾക്ക് വേണ്ടി ചെറിയ ഒരു ഉപദേശം നൽകുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി പരിപൂർണമായ ബുദ്ധിയും തന്റെ ഇടവും അല്ലാഹു ആ മനുഷ്യനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു മഹദിക്കും ആ സഹോദരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ രോഗശമനം നൽകുമാറാകട്ടെ. അതുപോലെ ഇന്നലെ ഞാന് പെട്ടെന്ന് പോയതെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ വന്നു നാട്ടിൽ നിന്ന്. മെനിയാന്ന് നമ്മൾ ദുആ ചെയ്തിരുന്നു. എൻ്റെ ഒരു എളാപ്പയുടെ മകന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. തലക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതായിരുന്നു. ഇന്നലെ വിളിച്ചപ്പോൾ വളരെ ശാന്തമാണ്. ഇന്ന് വാർഡിലേക്ക് ആക്കിയിട്ടുണ്ട്. വളരെ ശാന്തമായ നിലയാണ്. ഏതായിരുന്നാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ അനുഭവങ്ങളാണ് ഈ ക്ലാസ് റൂമിലൂടെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ കബൂലിയത്തുള്ള ഒരു ക്ലാസ്സായി നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ പറഞ്ഞില്ല, നേരത്തെ തന്നെ ബാക്കബി ഉസ്താദ് പറഞ്ഞു ചില അസുഖമുള്ള ഒരാളാണ്, ദുആക്ക് ഇജാബത്തുള്ള ആളാന്നൊക്കെ ബാക്കബി ഉസ്താദ് ടെക്സ്റ്റ് അടിക്കുന്നത് കണ്ടു. ഏതായിരുന്നാലും അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിൽ നിത്യവുമായി അവർക്ക് മൈക്കെടുത്ത് നമ്മളിലേക്ക് വന്ന് പറയാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് അവര് ക്ലാസ് ശ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവര് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ വലിയ ഫലമാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവര് ആമീൻ പറയുന്നുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദുആയുടെ ഇജാബത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചുരുങ്ങിയ ആളെ ഉള്ളുവെങ്കിലും അതിൽ ഒരാള് മതി ഇജാബത്തുള്ള ആള് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചുരുങ്ങിയ ആള്, വലിയ സമ്മേളനത്തിന്റെ ആളൊന്നും നമ്മളെ കൂട്ടത്തിൽ ഇല്ലെങ്കിലും അത് ചുരുങ്ങിയ ആളിൽ ഒരാളുണ്ടായാൽ മതിയല്ലോ ദുആക്ക് ഇജാബത്തുള്ള ആള്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് സുബ്ഹാന നമ്മുടെ പ്രാർത്ഥനയൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ വിഷയം ഇന്നലെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഇന്നലെ പറഞ്ഞ വിഷയം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എനിക്ക് വല്ലാത്ത മറതി. എന്താണെന്നറിയാം, നിങ്ങളൊക്കെ ദ്വാരിക്കണം. വല്ലാത്ത മറതി. ഇന്നലെ പറഞ്ഞ വിഷയം എന്താന്ന് ഓർമ്മ ഉണ്ടോ? എന്താണ് എന്നെക്കാളും മറതിയാണ് നിങ്ങൾക്ക്. സുഹൃത്തുക്കളെ ഇല്ലേ? ഇന്നലെ പറഞ്ഞ വിഷയം വല്ലതും ഓർമ്മ ഉണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? നമ്മളെ റംഷാദൊക്കെ അവിടെ പോയി. റംഷാദൊക്കെ രാവിലെ ഉണ്ടാവും തോന്നുന്നു അല്ലെ? രാവിലെ ഉള്ളവരാണെന്ന് തോന്നുന്നു. ഇന്നലെ പറഞ്ഞ വിഷയം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നമ്മൾ തുടർന്ന് സ്വഭാവത്തിന്റെ ബാക്കിയായിരുന്നു അല്ലെ? സ്വഭാവത്തിന്റെ ബാക്കി അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഓർമ്മശക്തിയുള്ളവർക്ക് അല്പവാചകം പോരെ മനസ്സിലാകാൻ എന്തിനാ പിന്നേറെ എന്നൊരു കവി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർമ്മശക്തിയുള്ളവർക്ക് ആ ഓർമ്മശക്തി എപ്പോഴും നിലനിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ പരസ്പരം ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. ക്ലാസിന്റെ ബാക്കി ചോദിക്കുമ്പോൾ അത് പറയുന്നവരും കേൾക്കുന്നവരൊക്കെ ഉണ്ടാവണം. എല്ലാവർക്കും മറവിയുണ്ട് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മറവി ഇത്രയും പെട്ടെന്ന് നീക്കി ക്ലാസ്സിൽ സജീവമായി നല്ല ബുദ്ധിയോടുകൂടി പൂർണ്ണ ബുദ്ധിയോടുകൂടി നിൽക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വഭാവത്തിന്റെ ഗുണങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ? എന്താണ്? നോക്ക് നമ്മുടെ സ്വഭാവത്തിന്റെ ഗുണങ്ങളെ കുറിച്ചായിരുന്നു. തഖ്വ വേണമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞത് അല്ലേ? തഖ്വ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയൊരു മേഖലയാണ് തഖ്വ. എല്ലാ വിഷയങ്ങളിലും നമുക്ക് തഖ്വ വേണം. അത് നമ്മുടെ ശരീരത്തിനോടുള്ള ഉപദേശമാണ്. നമ്മുടെ ശരീരം തന്റെ ആത്മാവിനോടുള്ള ഉപദേശമാണ്. രണ്ടും രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തെയും ആത്മാവിനെയും രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയോ എല്ലാരും? ശരീരവും ആത്മാവും രണ്ടാണ്. അങ്ങനെ മനസ്സിലാക്കിയോ?
മനസ്സിലാക്കിയോ? മനസ്സിലാക്കി അല്ലെ? ഇനി അതിനെ, ഈ ശരീരത്തെ നമ്മള് ആത്മാവ് കൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കണം. അത് രണ്ട് നിലക്ക് നിയന്ത്രിക്കുന്നവരുണ്ട്. അതിന് നമ്മൾ ആദ്യം എന്താകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ തന്റെ ശരീരത്തിലുള്ള ആ മാംസപിണ്ഡം എന്ന് പറയുന്ന ആ ഹൃദയം നമ്മൾ എന്താക്കണം? ശുദ്ധിയാക്കണം. ആ ഹൃദയം ശുദ്ധിയായാൽ ആ ഹൃദയം കൊടുക്കുന്ന ചില കൽപ്പനകൾ മാത്രമാണ് ശരീരം അത് ഏറ്റുവാങ്ങുക. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ശരീരവും ആത്മാവും രണ്ടും രണ്ടാണ്. ശരീരം എന്താണോ ആത്മാവിനോട് കൽപ്പിക്കുന്നത്, അത് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. ശരീരം ആത്മാവിനോട് കൽപ്പിക്കും, അഥവാ ഇച്ഛകൾ, ശരീരത്തിന്റെ ഇച്ഛകളാണ് ആത്മാവിനോട് കൽപ്പിക്കുക. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആത്മാവ് കൊണ്ട് ശരീരത്തോട് കൽപ്പിക്കുന്ന ഒരു മേഖല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ മാർഗം. അതുണ്ടായാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ രക്ഷപ്പെടും. അപ്പൊ ശരീരം ആത്മാവിനോട് ആത്മാവ് ശരീരത്തോട് നല്ലത് കൽപ്പിക്കുക. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിലുള്ള ആ മാംസപിണ്ഡം, ഹൃദയം, അത് നന്നാക്കിയെടുക്കണം. അപ്പൊ അവിടേക്കാണ് തന്റെ ആത്മാവ് എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ നെഞ്ചിലുള്ള ആ ഇറച്ചിയില്ല, ആ മാംസപിണ്ഡല്ലേ, ആ മാംസപിണ്ഡമാണ് ഹൃദയം. അതിനെയും നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. ഈ ആത്മാവ്, ആ ഹൃദയം എത്രത്തോളം നന്നാവോ അതിനനുസരിച്ചാണ് ആത്മാവ് നന്നാവുന്നത്. അപ്പൊ ഹൃദയത്തിൽ പലതും ചെന്നുകൂടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ ആത്മാവിനൊരു സ്ഥാനം ഉണ്ടാവില്ല. അപ്പൊ ആത്മാവ് നല്ല ഒരു മേഖലയിലേക്ക് വരണം. അതിന് നമ്മുടെ ശരീരത്തിലുള്ള ആ മാംസപിണ്ഡം നന്നാവണം. ആ മാംസപിണ്ഡം കഴിവിന്റെ പരമാവധി നമ്മൾ ശുദ്ധിയാക്കണം. നമുക്കറിയില്ലേ, നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്, ആ പ്ലേറ്റിൽ ഒരു അഴുക്ക് വന്നാൽ ചില ആളുകൾ കഴുകി എങ്ങോട്ട് വൃത്തിയാക്കിയാൽ ആ വൃത്തി തീരൂല. കേൾക്കുന്നില്ലേ? സൗണ്ട് കിട്ടുന്നില്ലേ? എന്റെ സെറ്റിന് പൊതുവെ സൗണ്ട് കുറവാണ്. ഇങ്ങോട്ട് കേൾക്കൽ വളരെ കുറവാണ്. അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? അങ്ങോട്ട് മൈക്കാണല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട് അല്ലെ? അപ്പോ നമ്മുടെ ആ പ്ലേറ്റും ഗ്ലാസും ഒക്കെ നമ്മൾ എത്രത്തോളം ശുദ്ധിയാക്കുന്നുണ്ട്? നമ്മൾ ചെറിയൊരു അഴുക്ക് കണ്ടാൽ മതി. ഗൾഫ് മേഖലയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യും? കഴുകി അത് പേരയിലൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കി കഴുകും അല്ലെ? ഈ കഴുകൽ അതെന്തിനുള്ളതാണ്? അത് ശരീരത്തിൽ അതുമായി ദോഷം ഉണ്ടാകാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കഴുകുന്നതാ അല്ലെ? അങ്ങനെയല്ല അത് കഴുകുന്നത്. ഒരു ഗ്ലാസ് കഴുകുന്നത് എന്തിനാ? ഗ്ലാസ് കഴുകി കുടിക്കുന്നതും കഴുകാതെ കുടിക്കുന്നതും. കഴുകി കുടിക്കുന്നതിന് കൊണ്ട് എന്താ അർത്ഥമുള്ളത്? നമ്മൾ ഗ്ലാസ് കഴുകി കുടിച്ചാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമുള്ളത്? കഴുകി വെച്ചതാണ്, എന്നാലും ഒരു പ്രാവശ്യം കൂടി കഴുകും. എന്തിനാ കഴുകുന്നത്? ഒന്നാമത് സുന്നത്താണ്. രണ്ടാമത്തേത് എന്താ? അത് ആത്മീയത പോട്ടെ, ആത്മീയമായ നിലക്ക് പോട്ടെ. നമ്മള് ഭൗതികമായിട്ട് അതിനൊന്ന് അവലോകനം ചെയ്താട്ടെ. ഭൗതികമായിട്ട് ശരീരത്തിൽ രോഗം വരാൻ പാടില്ല അല്ലേ? എന്താണ്? അണുക്കൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലേ? അണുക്കൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അണുക്കൾ ശരീരത്തിൽ ആ ഗ്ലാസ്സിലൂടെയോ അല്ലെങ്കിൽ പ്ലേറ്റിലൂടെയോ ഒക്കെ കയറിയാല് നമുക്ക് എന്ത് വരും? അസുഖം വരും. അപ്പൊ അത് നമുക്ക് പേടിയുണ്ട്. ആ വിഷയത്തിൽ നമുക്ക് ഭയങ്കര പേടിയാണ്. അതെന്താണ്? അത് ശരീരത്തിനോടുള്ള അങ്ങേ അറ്റത്തെ ഒരു ഇഷ്ടാണ് അല്ലേ? തന്റെ ശരീരത്തെ നാം എന്ത് വില കൊടുത്തും നമ്മൾ എന്താക്കുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. ചില ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ശരീരത്തെ പുഷ്ടിപ്പിച്ചെടുക്കാൻ വേണ്ടി, ശരീരത്തെ ഭംഗിയാക്കാൻ വേണ്ടി എന്തെല്ലാം വസ്തുക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ശരീരത്തെ ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാം ഉണ്ട്? ഒന്ന് പേര് പറഞ്ഞാട്ടെ. എന്തെല്ലാം വസ്തുക്കളുണ്ട്? ചില ആളുകൾ പറയൂല. കാരണം പറഞ്ഞാൽ വിചാരിക്കും, ഉസ്താദ് തെറ്റിദ്ധരിക്കും, ഞങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാണ്. പൗഡർ ഉപയോഗിക്കുന്നവരുണ്ട്. ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി, ശരീരത്തെ ഭംഗിയാക്കാൻ വേണ്ടി ഫെയർ ആൻഡ് ലവ്ലി തേക്കുന്നവരുണ്ട്, ലിപ്സ്റ്റിക് തേക്കുന്നവരുണ്ട് അല്ലെ? തേക്കുന്നവര് നിങ്ങളെ പറ്റി പറയല്ലോ. പൊതുവെ സമൂഹത്തിൽ
ആ ബോഡി ക്രീം തേക്കുന്നവരുണ്ട്. എന്താ കൺമഷി, അങ്ങനെ ബോഡിയിലിട്ടത്, അങ്ങനെ കുറെ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കെമിക്കൽ ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് വസ്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്തിനുള്ളതാണ്? അതൊക്കെ ബോഡി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബോഡിയെ നമ്മള് ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടും ശരീരത്തെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഹൃദയത്തിന് വേണ്ടി, ആത്മാവിനെ ശുദ്ധിയാക്കാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം വസ്തുക്കളുണ്ട്, എന്തെല്ലാം ചെയ്യാറുണ്ട്? മൈലാഞ്ചി ഒക്കെ ഭൗതികമായ ശരീരത്തിന് വേണ്ടിയുള്ളത്. ആത്മാവിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാറുണ്ട്? ആത്മാവിന് നമ്മൾ ദിവസേന ചെയ്യുന്ന ഇതേപോലെ ഈ പൗഡറും വേറലൗലിയും ഒക്കെ തേക്കുന്നത് പോലെ ദിക്ർ, അത് നല്ലൊരു ഒരു വിഷയമാണ്. ദിക്ർ, നല്ലോണം ദിക്ർ ചൊല്ലിയാല് അത് ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു വിഷയമാണ്, അല്ലേ? അതുപോലെ തന്നെ ഖുർആൻ ഓതുക. എന്താണ് സാധനമുണ്ട്, സുബൈർ ഖാന്റെ കടയിൽ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ പേരയാൾ പിന്നീട് പറയും. ഏതായാലും നിസ്കാരം, സ്വലാത്ത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആത്മീയമായ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലേ? ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇതൊക്കെ നിങ്ങളുടെ ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയങ്ങളാ, ഞാൻ പറയാത്ത വിഷയങ്ങളാ അതൊക്കെ. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള വിഷയത്തിൽ ഞാൻ വിട്ടതാണ്. ഇതൊക്കെ ഓരോ വിഷയങ്ങൾ എടുത്തു പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ബുർദയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബുർദ നിങ്ങൾ നിത്യേന ചെല്ലാൻ പറ്റുന്ന ആളുകളൊക്കെ നിങ്ങൾ ചൊല്ലണം. അത് വലിയ ഒരു വിഷയം. ഞാനിപ്പോ ഇന്ന് രാവിലെ മുതൽ ക്ലാസ്സിലേക്ക് വരാതിരുന്നത് തന്നെ, ഇന്ന് രാത്രി ഒരു സുഹൃത്ത് പെട്ടെന്ന് നിങ്ങള് മുഹിയുദ്ദീൻ മാല ഉണ്ട്, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോ മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്ന വിഷയം കിതാബിൽ നോക്കി ചില സുഹൃത്തുക്കൾക്ക് ഓതാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനത് മലയാളത്തില് അറബി പദങ്ങൾ അറബിയിൽ തന്നെ, അതിന്റെ പുറമെ ചില ഭാഗങ്ങളൊക്കെ മലയാളത്തിൽ ഒന്ന് എഴുതിയിട്ട് സുഹൃത്തുക്കൾക്കൊക്കെ ചെല്ലാം രൂപത്തിലാക്കിയിട്ട് അത് ചെല്ലാമെന്ന് കണ്ടീഷനിൽ ഞാൻ ഇന്ന് രാവിലെ ഇരുന്നതാണ്. ഇതുവരെ തീർന്നിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ജോലിയുമായത് കൊണ്ട് അത് തീർന്നിട്ടില്ല. അപ്പൊ അതിന്റെ പണിയിലായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ വരാതിരുന്നത്. അപ്പൊ നമ്മൾ സദാസമയവും ദിക്റും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളുമായി നിൽക്കുമ്പോ അത് ഏതുപോലെയാണ്? തന്റെ ശരീരത്തെ നാം എന്തെല്ലാം വസ്തുക്കൾ കൊണ്ട് പോഷിപ്പിക്കാറുണ്ടോ? പിന്നെ നോക്ക്, നമ്മുടെ ശരീരത്തെ എന്തെല്ലാം വസ്തുക്കളെ കൊണ്ട് പിന്നെ നമ്മൾ ആ ശരീരത്തെ പുഷ്ടിപ്പെടുത്താറുണ്ടോ? എന്നാൽ അതിനേക്കാളും നല്ല വിഷയങ്ങളെ കൊണ്ട് നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തൽ നമുക്ക് അനിവാര്യമാണ്. അതിന്റെ ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ കൂടെ നിങ്ങൾ മരണത്തിനെ ഓർക്കണം കേട്ടോ. മരണം എന്ന് പറയുന്ന ആ സുഹൃത്ത്, ആ കൂട്ടുകാരൻ എപ്പോഴും ഞാൻ വരട്ടെയോ, നീ എന്നെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു രീതിയിൽ നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ സുഹൃത്ത് നമ്മളെ പരതിക്കൊണ്ടിരിക്കുകയാണ്. ആ സുഹൃത്ത് നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടാ ഉള്ളതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ അവസാന ഘട്ടാകുമ്പോ നമ്മൾ അടുത്തേക്ക് വരും. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ അവൻ നമ്മെ തേടിക്കൊണ്ടിരിക്കുകയാണ്. മരണം എന്ന് പറയുന്ന ആ പ്രതിഭാസം, ആ സുഹൃത്ത് നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടാ ഉള്ളതെന്ന് അവനിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്താണ് പെട്ടെന്ന് നമ്മളെ കണ്ടുമുട്ടുക എന്ന് പറയാൻ പറ്റൂല. അവൻ പെട്ടെന്നാ കണ്ടുമുട്ടാറ്. അങ്ങനെ പെട്ടെന്ന് കണ്ടുമുട്ടിയാൽ അത് വലിയൊരു വിഷയമായി തീരും. കാരണം നമ്മൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടാകും, ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകും, ഒരുപാട് ആശകളും ആവേശങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ടാകും. അതൊക്കെ ബാക്കിയാക്കിയിട്ടാണ് നമ്മളെ ആ സുഹൃത്ത് കൊണ്ടുപോവുക. അതിന്റെ മുമ്പേ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്തു തീർക്കൽ അനിവാര്യമാണ്. അപ്പൊ അതിൽ നമ്മള് മരണത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രത്യേകമായി പറഞ്ഞു. പിന്നെ നമ്മൾ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞു. സ്വഭാവം നന്നായാൽ നമ്മളെ എല്ലാ വിഷയങ്ങളും നന്നായി. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും, എല്ലാവരും നമ്മളെ ആഗ്രഹിക്കും, എല്ലാവരും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും, നമ്മളെ സുഹൃത്തുക്കളായി അവരെ അംഗീകരിക്കും. എല്ലാവരും അവരുടേതായ ഒരു അവയവങ്ങളെ പോലെ നമ്മളെ കരുതും. നോക്ക്, അവരുടെ ഒരു അവയവങ്ങളെ പോലെ ആയിട്ട് നമ്മളെ അവർ കരുതും. അങ്ങനത്തെ ഒരു സുഹൃത്തായി നമ്മൾ എടുക്കണം. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്?
ഇങ്ങോട്ടും പോകണം, അങ്ങോട്ടും പോണവരും ഇങ്ങോട്ടും പോണവരും. ഏതായിരുന്നാലും പിന്നെ നമ്മൾ പറഞ്ഞത് വിശ്വാസത്തെ കുറിച്ചായിരുന്നു. വിനയവും വിശ്വാസവും നമുക്ക് വേണം. പിന്നെ ഭയഭക്തി എത്രത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അത്രത്തോളം ഭക്തി നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ പറഞ്ഞു, പിന്നെ പരമാവധി സുന്നത്തുകൾ എടുക്കുകയും പരമാവധി കറാഹത്തുകൾ ഒഴിവാക്കുകയും പരമാവധി ഹറാമും ഹലാലും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ അത് വലിയൊരു നേട്ടമായി തീരും. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഉസ്താദന്മാരൊക്കെ വയല് പറയുന്ന സമയത്ത് പറയാറുണ്ട്, നിങ്ങൾ ഹറാമും ഹലാലും നല്ലോണം മനസ്സിലാക്കണം കേട്ടോ. ഹറാമും ഹലാലും കൂടി കലരുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചാൽ ദുആക്ക് വരെ ഇജാബത്ത് കിട്ടുകയില്ല. നമ്മൾ എത്ര ദുആയിരുന്നിട്ടും കാര്യമില്ല. അങ്ങനത്തെ ഹറാമും ഹലാലും കൂടുന്ന ഭക്ഷണം നമ്മൾ പരമാവധി ഒഴിവാക്കണം കേട്ടോ എന്ന് ഉസ്താദന്മാരൊക്കെ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, ഉപദേശിക്കാറുണ്ട്. അപ്പൊ ഹറാമും ഹലാലും വേർതിരിക്കുന്ന അവിശ്വസനീയമായ ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. വിശ്വാസമുള്ള ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാവൂ. മനസ്സിലായില്ലേ? വിശ്വാസമുള്ള ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാവൂ. വിശ്വാസമില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നമ്മുടെ ഓരോ വിഷയങ്ങൾക്കും അതേ അവസ്ഥയാണ് വരിക. നമ്മുടെ വിശ്വാസമില്ലാത്ത നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വിശ്വാസമില്ലാതെ ഒരു കാര്യത്തിന് നമുക്ക് വിശ്വാസം ഉണ്ടാകൂല. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തിന് വിശ്വാസം ഉണ്ടാവില്ല. ഒരു കാര്യം പറയുകയാണെങ്കിൽ വിശ്വാസം ഉണ്ടാകൂല. കാരണം എന്താ? വിശ്വാസമില്ലാത്ത ഭക്ഷണമാണ് ഉള്ളിലേക്ക് ചെന്നത്. അപ്പോ നമ്മുടെ ഭക്ഷണവും ആത്മാവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളവും ആത്മാവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇങ്ങനെ ആത്മാവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ കഴിച്ചാൽ, നമ്മൾ ഭക്ഷിച്ചാൽ, നമ്മൾ ചെയ്താൽ അതൊക്കെ ആത്മാവ് നമ്മോട് ദേഷ്യപ്പെടും. ഏതുപോലെ നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു നല്ല സുഹൃത്താണ്, എല്ലാ വിഷയത്തിലും നമ്മോട് കൂടെ ഉണ്ടാകുന്ന, നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു തരുന്ന, വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല വിഷയങ്ങളിൽ, എല്ലാ വിഷയങ്ങളിലും നമുക്ക് നല്ലത് കാണിച്ചിരുന്ന ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന് നമ്മൾ ഇഷ്ടമില്ലാത്തത് ചെയ്താൽ എത്രത്തോളം നമ്മളോട് വെറുപ്പുണ്ടാകും? അതുപോലെയാണ് തന്റെ ആത്മാവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്താൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സുഹൃത്ത് എത്രത്തോളം നമ്മെ വെറുക്കുന്നുണ്ടോ അത്രത്തോളം ആത്മാവ് നമ്മെ വെറുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ആത്മാവ് വെറുത്ത് നമ്മളെ ഇഷ്ടമില്ലാതാകും. അതുകൊണ്ടാണ് മനുഷ്യൻ തിന്മയിലേക്ക് മാത്രം തിരിഞ്ഞു പോകുന്നത്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നമ്മൾ തെറ്റുകൾ മാത്രം ചെയ്യുന്ന കൂട്ടരാകരുത്. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടാകൂല. എല്ലാരും തെറ്റുകൾ ചെയ്യും. മനസ്സിലായില്ലേ? തെറ്റുകൾ എല്ലാവരും ചെയ്യും. തെറ്റ് ചെയ്യാത്തവരാരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? തെറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? തെറ്റ് ചെയ്യാത്തവരാരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരല്ലേ? എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നൽ തെറ്റുകളെ നന്മകളെ കൊണ്ട് നീക്കിക്കളയാൻ സാധിക്കും. അറിയില്ല എന്നല്ല, ഇല്ലാന്ന് തന്നെ പറയാ. എന്തിനാ അറിയില്ല എന്ന് അറിയുന്നത്? നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരെന്നാ. തെറ്റ് ചെയ്യാത്തവർ മനുഷ്യന്മാരായിട്ട് ആരും ഉണ്ടാവൂല. ഉണ്ടാവും, ഉറപ്പാണ് ഉണ്ടാകും. പിന്നെ പരമാവധി നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുന്നില്ലെങ്കിലും ചിലപ്പോ അറിയാതെ വരും. അതൊക്കെയാണ് മനുഷ്യന്റെ സാധാരണ നമ്മളെ പോലത്തെ കേവലം മനുഷ്യന്മാരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. വലിയ ഔലിയാക്കന്മാരുടെയോ അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെയോ കാര്യമല്ല പറയുന്നത്. കേവലം നമ്മെപ്പോലത്തെ സാധാരണക്കാരുടെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റുകളിൽ മാത്രം കൂടുന്നവരാകരുത്. തെറ്റുകളിൽ മാത്രം, ഒരു തെറ്റ് ചെയ്യുന്നതിൽ മാത്രം നമ്മൾ കൂടുക, നന്മകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, മക്കളെ, നിങ്ങൾ തെറ്റുകളിൽ മാത്രം നിൽക്കല്ലേ. നിങ്ങൾ ഒരു തെറ്റ് ചെയ്യും, എല്ലാവരും തെറ്റ് ചെയ്യും. പക്ഷേ ഈ തെറ്റിലേക്ക് നമ്മളെ ഹസനത്തുകൾ പരമാവധി ചെയ്തിട്ട് നമ്മൾ ആ തെറ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. തെറ്റ് ചെയ്യാത്തവരാരും ഉണ്ടാകൂല. പക്ഷേ ഈ തെറ്റിൽ മാത്രം ചടഞ്ഞുകൂടുന്നവർ ആകാൻ പാടില്ല. സിനിമ കാണുന്നവർ മാത്രമാകരുത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തോന്നിവാസങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലോ മോശമായ പ്രവർത്തനങ്ങളിലോ ഉൾപ്പെടുന്നവർ മാത്രമാകാൻ പാടില്ല. അങ്ങനത്തെ ആളുകളൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പക്ഷേ ആ നല്ലത് കൊണ്ട് ചീത്തയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കഴിയും. മനസ്സിലായില്ലേ?
അതാണ് വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞ പ്രഖ്യാപനം. മോനെ, നീ തെറ്റിൽ മാത്രം നിൽക്കരുത്, തെറ്റുകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളിലേക്ക് നീ വരണം, ആ നന്മകളെ നീ സ്വീകരിക്കണം, ആ നന്മകളിലേക്ക് നീ ഒന്ന് പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിച്ചാൽ നിനക്ക് ചിലപ്പോൾ ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഹസനത്തുകളെ കൊണ്ട് നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് പരിപൂർണമായി നീക്കിക്കളയുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ ഹസനത്ത് വെച്ചുകൊണ്ട്. അതല്ലേ മുമ്പ് ഒരാള് ഒരാള് ഒരു ഗുഹയിൽ കുടുങ്ങിയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അയാള് 3 ആള് ഗുഹയിൽ കുടുങ്ങി. അങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? അവര് ചെയ്ത നന്മ എടുത്തോണ്ടായും പ്രാർത്ഥിച്ചത് അല്ലേ? ഒരാള് പ്രാർത്ഥിച്ചു, ഉമ്മാന്റെ എനിക്കൊരു ഉമ്മ ഉണ്ട്, ആ ഉമ്മാക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്, ഞാൻപ്പോ ഈ ഹസനത്ത് കൊണ്ട് പഠിച്ചോനെ എന്റെ ഈ ബുദ്ധിമുട്ട് നീക്കി തരണേന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഒരാള് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? ഒരാള് പ്രാർത്ഥിച്ചത് ഹസനത്തുകളെ കൊണ്ടായിരുന്നു. പഠിച്ചോനെ, ഞാൻ ചെയ്ത ഹസനത്തുകൾ, ഈ ഹസനത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ഒരുപാട് ഹസനത്തുകൾ ചെയ്തിട്ടുണ്ട്, ആ ഹസനത്തുകളുടെ ബർക്കത്ത് കൊണ്ട് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് നീ നീക്കിത്തരണേ എന്ന് പറഞ്ഞു. അല്ല, അസ്ഹാബുൽ കഹഫ് അല്ല, അത് വേറെ 3 ആളുകളുടെ ചരിത്രം, 3 മുഅ്മിനീങ്ങളായ ആളുകളുടെ ചരിത്രം, യുവാക്കളുടെ ചരിത്രം പറഞ്ഞതാണ്. അത് പരിപൂർണമായി ഇപ്പൊ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കലാവും. ഏതായിരുന്നാലും ഹസനത്ത് നമ്മൾ ചെയ്യുന്ന ഹസനത്തുകളെ കൊണ്ട് നമ്മൾക്ക് അത് വെച്ചുകൊണ്ട് ദുആ ചെയ്യാം. റബ്ബേ, ഞാൻ ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്കൊക്കെ നമ്മുടെ പ്രവാസികളായ നമ്മളിലേക്ക് വന്ന ഒരു ആശയമാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് അല്ലെ, ഒരു ശാന്ത ഭവന് വേണ്ടിയിട്ട് പിരിവ് നടക്കുന്ന സമയമാണ്. എല്ലാവരും പരമാവധി സഹായിക്കണം. കാരണം പല നിലക്കും നമുക്കത് വലിയ ഗുണമാണ്, നമ്മൾക്ക് വലിയൊരു ഹസനത്താണ് അത്. എല്ലാ നിലക്കും എല്ലാവരും പ്രവാസികളായ ആളുകൾ. അതെ ബാക്കവിസ്ത ഇൻഷാ അല്ലാഹ് ആ വിഷയം ഒന്ന് സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം പെട്ടെന്ന്, പിന്നീട് കേട്ടോ. ഉസ്താദ് ബാക്കവിസ്താനോട് ഞാൻ പറയാണ്, എന്റെ അടുത്ത് കിതാബ് ഇവിടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഖുർആനിലെയും ഹദീസിന്റെയും വിഷയത്തിലേക്ക് ഒന്നും കടക്കാത്തത്. ഞാനിപ്പോ ഓരോ വിഷയങ്ങൾ നമ്മളെ ഇൻഷാ അല്ലാഹ് ബാക്കവിസ്താവ് പറഞ്ഞുതരും. പിന്നെ അറിയാത്തവരുണ്ട്, ഒരുപാട് ആളുകൾ ആ കഥ അറിയാത്തവരുണ്ട്. പിന്നെ ഞാന് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലേക്ക് കടക്കാത്തത് തന്നെ എന്റെ അടുത്ത് കിതാബ് ഒന്നും കൈവശമില്ലാത്തത് കൊണ്ടാണ്. ഞാനിങ്ങനെ ഓരോ വിഷയങ്ങൾ ക്രോഡീകരിച്ച് ആ വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണർത്തുകയാണ്. അത് ചിലപ്പോ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും, ബാക്കവിസ്തവൊക്കെ ഉണ്ട്. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ PM ചെയ്ത് അറിയിക്കുകയും അത് തിരുത്തുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അപ്പോ ഏതായിരുന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ഹസനത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറിയ സമ്പത്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. വലിയ വിഷയമാണ്, പക്ഷെ ചെറിയ സമ്പത്ത് മതി. ചെറിയ സമ്പത്ത് മതി നമ്മൾക്ക് വലിയ ഹസനത്തുകൾ കിട്ടാൻ. അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ, ആരോടും കീർത്തിച്ച് പറയുന്നില്ല, എല്ലാവരും അവരുടേതായ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് കൊടുക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ ആരോടും ഇത്ര തന്നെ കൊടുക്കണമെന്ന് പറയുന്നില്ല, അത്ര തന്നെ വേണമെന്ന് പറയുന്നില്ല. ഒരാളോടും അങ്ങനെ ചോദിക്കാറില്ല. നമ്മുടെ സംഘടനയിൽപ്പെട്ട ഒരു ആളുകളും ഒരാളോട് അത്ര ചോദിക്കാറില്ല. പക്ഷെ എന്ത് ചെയ്യണം? നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കാതിരിക്കുമ്പോ ചിലപ്പോ ചോദിച്ചെന്നൊക്കെ വരും. മനസ്സിലായില്ലേ? നമ്മളെ സാമ്പത്തിക ശേഷി ഒരുപാടുണ്ട്, പക്ഷെ കൊടുക്കുന്നത് വളരെ തുച്ഛമായ കാശാണെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്. ആ പേര് മാറി കിട്ടാൻ വേണ്ടി ചില ആളുകൾ പരസ്യമായിട്ട് ചിലപ്പോ ചോദിച്ചെന്നൊക്കെ വരാം. ഏതായിരുന്നാലും അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിങ്ങളുടെ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അത് അവർക്കറിയാം, നിങ്ങളുടെ ആസ്തി അവർക്കറിയാം, അല്ലെ നിങ്ങളുടെ അവസ്ഥ അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പരമാവധി കൊടുത്തു വീട്ടണം. അത് പാവങ്ങളുടെ ഹക്കാണ്. പാവങ്ങൾക്ക് നമ്മൾ കൊടുത്തു വീട്ടേണ്ടുന്ന ഹക്കുകളാണ്. ആ ഹക്കുകൾ പരമാവധി ഇൻഷാ അല്ലാഹ് സദക്കയുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. സദക്ക എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇപ്പോ പ്രവാസ ലോകത്തൊക്കെ എല്ലാ സുഹൃത്തുക്കളോടും കൂട്ടുകാരോടും രക്ഷിതാക്കളോടും ഉസ്താദന്മാരോടൊക്കെ അവരുടെ ജോലിക്കനുസൃതമായിട്ടുള്ള ഒരു സംഭാവന
ചോദിക്കുന്നുണ്ട് നമ്മുടെ ശാന്തി ഭവന് വേണ്ടിയിട്ട്, തിരുവനന്തപുരത്തുള്ള ശാന്തഭവന് വേണ്ടിയിട്ട് സ്വാന്തനം എന്ന് പറയുന്ന പിന്നെ അതിന്റെ പേരെന്താണ്, അതിന്റെ പേര് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞൊരു പേരാണ് ശാന്തഭവൻ. ഏതായിരുന്നാലും ഒരു ശാന്തി എല്ലാവർക്കും 100 റിയാലാണ്. സ്വാന്തനം പിന്നെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ കമ്മിറ്റിയാണ് നമ്മുടെ RSCയുടെയും അതുപോലെ തന്നെ ICF-ന്റെ ഒക്കെ സ്വാന്തനം എന്ന് പറയുന്ന പിന്നെ സ്വാന്തനം ഭവനാണ് അല്ലേ, സാന്ത്വനത്തിന്റെ കേന്ദ്രമാണ് അല്ലെ. ഏതായിരുന്നാലും അവർക്ക് സുഹൃത്തുക്കളോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം. നമ്മൾ സുഹൃത്തുക്കളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. അത്തരം വിഷയങ്ങളിലേക്ക് നമ്മളെ സുഹൃത്തുക്കളെ കൊണ്ടുവരണം. കാരണം ചില്ലറ കൊടുത്തിട്ട് വലിയ നേട്ടം വാങ്ങുന്ന ഒരു പരിപാടിയാണ്. ചില്ലറ കാശ് മതി, പക്ഷെ നമുക്ക് കിട്ടുന്നതോ ഒരുപാട് ആളുകളുടെ നിസ്കാരം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഞാൻ ദ്വാ ചെയ്യുന്ന, ഹറമിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദ്വാ ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഞാനെന്നില്ല, എല്ലാ ഉസ്താദ്മാരും എവിടെ, നമ്മളിപ്പോ ദേവർശ്വര ഉസ്താദിന്റെ ക്ലാസ് നമ്മൾ കേട്ടാല് മഹാനവറുകൾ എപ്പോഴും ദ്വാ ചെയ്യുന്നത് കുട്ടികളെ കെട്ടിക്കുന്ന വിഷയം, പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിലൊക്കെ മഹാനവറുകൾ എത്രയോ വയലുകൾ വെച്ചിട്ട് എത്രയോ പിന്നെ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ദേവർശ്വര ഉസ്താദൊക്കെ. അപ്പോ പിന്നെ നമ്മളൊക്കെ എപ്പോഴും ദ്വാ ചെയ്യുന്നത് നമ്മുടെ സഹായിയുടെ വളണ്ടിയർമാർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്വാന്തനത്തിന്റെയും അതുപോലെ സഹായിക്കുന്ന പാവങ്ങളെ സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ദ്വായാണ് നമ്മളൊക്കെ എപ്പോഴും ദ്വാ ചെയ്യാറ്. കാരണം നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നേരത്തെ ഒരു ഉസ്താദ് വയല് പറയുന്നത് ഞാൻ കേട്ടു. അയൽവാസികളെ സംരക്ഷിക്കുന്ന വിഷയം പ്രത്യേകമായി നിങ്ങൾ എടുക്കണം. കാരണം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പട്ടിണി കിടക്കാൻ പാടില്ല. നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ അവർ മോശമായ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മുടെ അയൽവക്കത്ത് ഉള്ളവർ വളരെ പട്ടിണിയാണ്. നമ്മളെ മക്കളോട് ചോദിക്കാണ്, നമ്മളെ മക്കളോട് ചോദിക്കുക, ഇന്നെന്താ മോനെ വേണ്ടത്? അപ്പൊ മക്കള് പറയും, ഇന്നിപ്പ നമുക്ക് ബ്രോസ്റ്റഡ് ആക്കാം. പിന്നെ പിറ്റേ ദിവസം മക്കളോട് ചോദിക്കുകയാണ്, ഇന്ന് എന്താ മക്കളെ വേണ്ടത്? ഇന്ന് നമുക്ക് ചിക്കൻ ചില്ലിയും പൊറാട്ടയും ആകാം. എന്നിങ്ങനെ ഒരുപാട് എനിക്കുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നോക്ക് ഏതായിരുന്നാലും ഓരോ ദിവസവും മക്കള് പറയുന്നത് ഓരോ നമ്മൾ പേര് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഓരോ ഭക്ഷണത്തെ കുറിച്ചാണ്. എന്നാലും നേരെ അയൽവാസികൾ അവിടെ പട്ടിണി കിടക്കാൻ. അവരൊന്നും ഒരു റിയാൽ അല്ല, ഒരു രൂപയുടെ 2 രൂപയുടെ അരി ഇപ്പൊ റേഷൻ പീടികയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ അരിയുമായി ചോറ് വെച്ചുകൊണ്ട് അതിന് ഒരു ദിവസം കഞ്ഞിയാക്കും, അടുത്ത ദിവസം ചമ്മന്തിയാക്കും, അടുത്ത ദിവസം എവിടുന്നെങ്കിൽ കുറച്ച് മീൻ വാങ്ങും. ആ മീന് തീരുന്നത് വരെ അതിന്റെ സാലിന് നീട്ടും. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവര് ജീവിക്കുന്നത്. എങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ 2 സമാധാനം പറയേണ്ടി വരും. ഒന്ന്, നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് നാം ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. രണ്ടാമത്തേത്, നമ്മൾ കഴിച്ച ഭക്ഷണം, ആ ഭക്ഷണത്തിന് വാസന അടിച്ചുകൊണ്ട് പാവപ്പെട്ട ഒരു വിഭാഗം നമ്മുടെ അയൽവക്കത്തുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കാത്തതിന്റെ, അവർക്ക് കൊടുക്കാത്തതിന്റെ ഏറ്റവും വലിയ ഒരു ചോദ്യം കൂടി അള്ളാഹു നമ്മോട് ചോദിക്കപ്പെടും. അപ്പോ ഈ വിഷയത്തിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്കൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കൊടുക്കാനുള്ള, ഒരുപാട് ഹദിയ ചെയ്യാനുള്ള, ഒരുപാട് സദഖ ചെയ്യാനുള്ള സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹലാലായ ഭാഗത്തിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു പൂതി എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. പഠിച്ചവൻ, എനിക്ക് ഒരുപാട് സമ്പത്ത് കിട്ടിയെങ്കിൽ ഞാൻ അതൊക്കെ അതിൽ 4 ഭാഗവും 4 ഭാഗം ഞാൻ എടുത്തിട്ട് അതിലൊരു 4 ഭാഗം ഞാൻ പടച്ചോനെ നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കായിരുന്നു എന്ന് നമുക്ക് എപ്പോഴും ഒരു ആശ വേണം. അള്ളാഹു ആ ആശ മരിക്കുന്നതിന് മുമ്പ് നിറവേറ്റി തരുമാറാകട്ടെ. എത്രയോ മഹാന്മാരായ ആളുകൾ സമ്പത്തിന്റെ ഭാഗം ചെലവഴിച്ചിട്ട് സ്വർഗത്തിൽ പോയ എത്രയോ കഥകൾ ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്വർഗം വാങ്ങിയെന്ന് പറഞ്ഞാൽ അവരുടെ മരണം കൊണ്ട് തന്നെ നമ്മൾക്ക് ഉറപ്പിക്കാം അവര് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. അത്രയും നല്ല അനുഭവങ്ങൾ കാണിച്ചു തന്ന ഒരുപാട് ഒരുപാട്
സാമ്പത്തിക ശേഷിയുള്ള ഒരുപാട് ഹാജിമാരും അതുപോലെ തന്നെ ഒരു ഇൽമും ഇല്ലാതെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് അവരുടെ ധർമ്മം കൊണ്ട് അവര് പിന്നെ എന്താക്കിയ ധർമ്മം ചെയ്ത് വലിയ ഉസ്താദന്മാരുടെ പ്രീതി കൈപ്പറ്റിയ എത്രയോ ആളുകൾ ഇന്നും അവരെ നമ്മുടെ സ്റ്റേജിന് മുകളിൽ നിന്നൊക്കെ ഏത് സദസ്സായാലും ആ സദസ്സിൽ വെച്ചുകൊണ്ടൊക്കെ അവരെ എന്താക്കുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. ആ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് സമ്പത്ത് തരുമാറാകട്ടെ, സമ്പത്ത് തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ നമ്മൾ സമ്പത്ത് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു 10 റിയാല് കയ്യിൽ കിട്ടുമ്പോ അല്ലെ 10 ദിർഹം കയ്യിൽ കിട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനനുസരിച്ചുള്ള അഹങ്കാരം കൂട്ടും. അപ്പൊ പഠിച്ചോ പിന്നെ തരൂല. ഈ അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു 10 രൂപ നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴേക്ക് നമ്മൾക്ക് അഹങ്കാരം കൂടി 20 റിയാലിന്റെ അഹങ്കാര പിന്നെ വരിക. മനസ്സിലായില്ലേ? അങ്ങനെ അഹങ്കാരം കൂടിയാൽ പിന്നെ ഇനി നമ്മൾ എത്ര ദുആ ചെയ്തിട്ടും കാര്യമല്ല, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയില്ല. അങ്ങനെ അനുഗ്രഹം, അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് രക്ഷപ്പെടുക? നമ്മൾ എവിടെയും രക്ഷപ്പെടുകയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചോനെ, ദുനിയാവിൽ നീ ഹൈറായത് ഞങ്ങൾക്ക് തരണം, ഹൈറായ സമ്പത്ത് തന്ന് ഹൈറായ നിലക്ക് ചിലവഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരു 10 റിയാൽ നമ്മളെ കൈ കിട്ടുമ്പോഴേക്ക് 20 റിയാലിന്റെ അഹങ്കാരം നമുക്ക് കൂടിയാൽ അതുകൊണ്ട് ആ സമ്പത്ത് കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാകൂല. ഇൽമു കൊണ്ട് നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്താൽ നേട്ടം ഉണ്ടാവും. പക്ഷെ സമ്പത്ത് കൊണ്ട് നമുക്ക് നേട്ടം കിട്ടണമെങ്കിൽ അത് ഹലാലായ ഭാഗത്തിലൂടെ തന്നെ ചെലവഴിക്കണം. ഇത് ഞാൻ പറയാനുള്ള വിഷയം, ഇന്നത്തെ വിഷയം പിന്നെ എന്തിനെ കുറിച്ചാണ്? സാമ്പത്തിക ശുദ്ധിയെ കുറിച്ചാണ്. അപ്പൊ സ്വഭാവത്തിന്റെ മറ്റൊരു വിഷയമാണ് സാമ്പത്തിക ശുദ്ധി. സാമ്പത്തിക ശുദ്ധി നമുക്ക് എപ്പോഴും വേണം. സമ്പത്തിൽ നമുക്ക് ശുദ്ധി വേണം. ഏതുപോലെ നമ്മളൊരു വസ്തു, ഒരു സാധനം വാങ്ങിയാല് ഒരു നല്ല സാധനമാണ്, പക്ഷെ അതിന് തീരെ ഗ്ലാമർ ഇല്ല. അതിന് തീരെ ഗ്ലാമർ ഇല്ല. ഒരു ആടിനെ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ നമ്മൾ വാങ്ങാൻ, പക്ഷെ കാണാൻ തീരെ കൊള്ളുന്നില്ല. എന്തോ ഒരു തഴബാനായ ഒരു ആട്, ഒരു ഉഷാറില്ല ആടിന്. എന്നാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ അത്ര ഇഷ്ടപ്പെടൂല, തന്റെ മനസ്സിലേക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടൂല. ഇതുപോലെ തന്റെ സമ്പത്ത് നന്നായിട്ടില്ലെങ്കിൽ, തന്റെ സമ്പത്ത് നമുക്ക് നന്നായിട്ടില്ലെങ്കിൽ നമുക്കിനി എത്ര കിട്ടിയാലും നമ്മൾക്ക് അതുകൊണ്ട് മതിയാവുകയില്ല. നമ്മൾക്ക് അതുകൊണ്ട് മതിയാവുന്നില്ല. ഈ പിന്നെ കിട്ടാക്കൊതി എന്നൊക്കെ ചില ഭാഷയിൽ പറയും. കിട്ടാക്കൊതി അതുപോലെ തന്നെ നമുക്കൊരു മറ്റൊരു വിഷയമാണല്ലേ, ഈ സാമ്പത്തിക വിഷയത്തിൽപ്പെട്ട മറ്റൊരു വിഷയമാണ്. പിന്നെ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവൂല, പിന്നെയും വേണം എന്നുള്ളൊരു ചിന്ത അല്ലേ നമുക്കുണ്ടാകാറില്ലേ? ഒരു 10 റിയാല് കിട്ടിയാൽ നമുക്ക് എന്ത് തോന്നും? അതൊരു 20 റിയാലാകുന്നത് വരെ കാത്തുക്കായിരുന്നു അല്ലേ? നമ്മള് നാട്ടിലേക്ക് കാശ് അയക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യാറ്? നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കും, എന്നാണ് റേറ്റ് കൂടുന്നതെങ്കിൽ ആ റേറ്റ് കൂടുന്നെന്ന് വിടാൻ വേണ്ടിയിട്ട് അല്ലേ? എന്റെ സുഹൃത്തുക്കളെ അങ്ങനെയല്ലേ ചെയ്യാ? റേറ്റ് കൂടുന്നെന്ന് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കും. പക്ഷെ ചില സമയത്ത് അവന്റെ കാത്തു നിൽക്കൽ നല്ലതിനായിരിക്കും, ചില സമയത്ത് അവന്റെ കാത്തു നിൽക്കലൊക്കെ വെറുതെ ആയി പോകും അല്ലേ? ഉണ്ടാകാറില്ലേ? ഇതൊരു അനുഭവം അല്ലേ? അപ്പൊ നിങ്ങൾക്കും അനുഭവം ഉണ്ടോന്ന് ചോദിക്കും അല്ലേ? നിങ്ങൾക്കും അതെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. നമ്മൾ വിചാരിക്കും ഇന്ന് റേറ്റ് കുറവാണ്, നാളെ ചിലപ്പോ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്, നാളെ വിടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നവരായിരിക്കും. അപ്പയായിരിക്കും ഒന്നെങ്കിൽ റേറ്റ് കുറയും അല്ലെങ്കിൽ കൂടും. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മുടെ സാമ്പത്തിക നിലക്കും ഉണ്ടാകും. കാരണം നമ്മളിങ്ങനെ കിട്ടട്ടെ എന്ന് ഇനിയും കിട്ടണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ അള്ളാഹ് വിചാരിക്കുന്നത് ഒന്നെങ്കിൽ ഓനെ താഴ്ത്തണം അല്ലെങ്കിൽ ഓനെ ഉയർത്തണം. രണ്ടുമാവാം. അപ്പൊ പരമാവധി കൂടുതൽ നമുക്ക് അനുഭവപ്പെടൽ എന്താണ്? കൂടുതൽ അനുഭവപ്പെടൽ ഇന്നലെ തന്നെ വിടായിരുന്നു എന്നതല്ലേ കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്നത്? അതല്ലേ കൂടുതൽ അനുഭവപ്പെടുന്നത്? ഏതാ? ഇന്നലെ തന്നെ വിടായിരുന്നു. അങ്ങനല്ലേ വിടല് അല്ലേ? സഫ്വാൻ KP ഗൾഫിലാണോ പ്രവാസിയാണോ? സത്യാണത്. ഇന്നലെ തന്നെ വിടായിരുന്നു എന്ന് അറിയും അല്ലേ? സഫ്വാൻ ഇന്നലെ തന്നെ വിടായിരുന്നു എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ സാമ്പത്തിക ശുദ്ധിയിൽ വരിക. സമ്പത്ത് ഇനിയും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾക്ക് വന്നാൽ എന്താകുക?
ഒരു പക്ഷേ അള്ളാഹു നമ്മളെ അതുകൊണ്ടാട്ട് ഉയർത്തും. പക്ഷേ ചിലപ്പോ ഓന്റെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു ഉദ്ദേശം നല്ലതായത് കൊണ്ടായിരിക്കാം അള്ളാഹു അതുകൊണ്ട് ഓനെ ഉയർത്തിയത്. ചിലപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓനെ അങ്ങോട്ട് താഴ്ത്തും. അതെന്താ? ഓന്റെ മനസ്സിൽ കടുകട്ടിയാണ്. ഓന്റെ മനസ്സിൽ ഇതെന്താണ്? ഓന്റെ മനസ്സിൽ പിന്നെ ഇനിയും കിട്ടണമെന്നുള്ള ചിന്ത. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഹറാമായ വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും കിട്ടണം എന്നുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ വന്നത്. അപ്പൊ ഈ അവസ്ഥ എല്ലാ വിഷയത്തിലും ഉണ്ടാകും. അപ്പോ നമ്മൾ എന്താക്കാൻ പാടില്ല? കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുക, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. അതുകൊണ്ട് അവകാശം ചോദിച്ച് വാങ്ങരുത് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ചില ആളുകൾ പിന്നെ ജോലി എടുത്ത് പൈസ കൊടുക്കുന്നില്ല. ജോലി എടുത്തിട്ട് അവകാശമാണ്, അവകാശം ചോദിച്ചു വാങ്ങണം. നമ്മുടെ സർക്കാർ ആരായിരുന്നാലും, സർക്കാർ ഇനി ഏത് ആളുകളായിരുന്നാലും, നമ്മളെ എപ്പിസ്താദ് കമറുലമായ എപ്പിസ്താദ് പിന്നെ അതിന്റെ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു അല്ലെ? റിപ്പോർട്ട് ചാനലിൽ ഇന്നലെ മെനിയാന്നായിട്ട് പിന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ആരോടും പ്രത്യേകമായ എന്തില്ല, സ്വാധീനമോ പ്രത്യേകമായ പിന്നെ അടുപ്പമോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുക. അല്ലാതെ രാഷ്ട്രീയം നോക്കിയിട്ടോ ഇടതിലേക്കോ വലതിലേക്കോ തിരിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കൂല, വോട്ട് ചെയ്യാൻ പോകൂല. ഞങ്ങളുടെ സുന്നി പ്രസ്ഥാനത്തിന്റെ അജണ്ട അതാണ്. സുന്നി പ്രസ്ഥാനത്തിന്റെ പിന്നെ എന്താണ്, സുന്നി പ്രസ്ഥാനത്തിന്റെ വിഷയം അതാണ്, അല്ലെങ്കിൽ പ്രസ്താവന അതാണ്. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വിഷയങ്ങളിലും നമ്മൾ ആർക്കും അടിയറ വെക്കേണ്ടുന്നവരല്ല, അല്ലെങ്കിൽ നമ്മൾ ആരുടെയും പിൻബലത്തിൽ ഉള്ളവരല്ല. നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. നമുക്ക് സ്വന്തമായിട്ട് എന്താക്കാൻ കഴിയും? നമ്മൾക്ക് ഒരു പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സ്വന്തമായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടുന്നവരല്ല എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്. അപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വന്നത് സാമ്പത്തികമായിട്ട് നമ്മൾ എപ്പോഴും ശുദ്ധിയുള്ളവരായിരിക്കണം. അത് എല്ലാത്തിന്റെയും സ്രോതസ്, എല്ലാത്തിന്റെയും ഉറവിടം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് എവിടുന്ന് വരുന്നു? അതെല്ലാം മഹാന്മാരായ ആളുകൾ ഒരു വസ്തു കിട്ടിയാൽ ആ വസ്തു കഴിക്കാൻ വേണ്ടി എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് അത് കഴിക്കുന്നത്. എന്തിനാ അത്രയും കാത്തു നിൽക്കുന്നത്? ഇതെവിടുന്ന് കിട്ടി, ഇതെവിടുന്ന് വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഭക്ഷണം എത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആരാ കൊണ്ടുകൊടുത്തത്? അദ്ദേഹത്തിന്റെ അടിമ കൊണ്ടുകൊടുത്തതാ. അടിമ കൊണ്ടുകൊടുത്തൊരു ഭക്ഷണം. ആ ഭക്ഷണം മഹാന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിച്ചു. അങ്ങനെ കഴിച്ചു എന്ന് മാത്രല്ല, കഴിച്ചതിന് ശേഷമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഇത് എവിടുന്നാ മോനെ നിനക്ക് കിട്ടിയത്? അപ്പയാണ് എന്തോ ഒരു പിന്നെ മോശമായ നിലക്ക് കിട്ടിയ ഭക്ഷണമാണ് എന്ന് പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ അടിമ പറയുന്നത്. അപ്പൊ അങ്ങനല്ലേ, ചരിത്രം അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഈ അവസ്ഥയിൽ എന്തു ചെയ്തു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിങ്ങോട്ട് പുറത്തേക്ക് തന്നെ ഛർദിച്ചു എന്നാ. കൈയിട്ടിട്ട് അതിങ്ങോട്ട് ഛർദിപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പോ ഈ ഒരു അവസ്ഥ മഹാന്മാരായ സ്വഹാബത്തിനുണ്ടാകാൻ കാരണം എന്താ? അവരുടെ തഖ്വയാണ്, അവരുടെ സാമ്പത്തിക ശുദ്ധിയാണ്, അല്ലെങ്കിൽ അവരുടെ ശരീര ശുദ്ധിയാണ്, അവരുടെ ഈമാനിന്റെ ഭാഗമാണ്. അത് നമ്മൾക്ക് മാതൃകയാണ്. അത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മഹാന്മാരായ ആളുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹറാമായ ഭക്ഷണം അത് നമ്മൾ കഴിക്കാൻ പാടില്ല. അത് എവിടുന്ന് വരുന്നു എന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കള്ള് നമ്മൾ കുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഹറാമായ ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ കുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തിന്നാൻ പാടില്ല. കാരണം അതിന്റെ ഉറവിടം ഹറാമാണ്. അത് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എന്റെ സഹോദരന്മാരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ബന്ധത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. മോനെ, ഇത് വരുന്നത് നജസിൽ നിന്നാണ്, ഇതിന്റെ ഉറവിടം ഹറാമിൽ നിന്നാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ പറഞ്ഞത്. റംഷാദ് എത്തിയിട്ടുണ്ടല്ലോ, നോക്ക്. അപ്പൊ നമ്മുടെ ഈ ഉറവിടം ഈ ഉറവിടം അവർ ചിന്തിക്കേണ്ടത്, അവർ മനസ്സിലാക്കേണ്ടത്, ഈ ഉറവിടം അത്ര ശരിയല്ല, ഇത് ഹറാമാണ്, ഹറാമായ ഭാഗത്തു നിന്ന് വരുന്ന പിന്നെ വസ്തുവാണ്, അതുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്ന്
പിന്നെ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരെ നമ്മൾ തള്ളാൻ പാടില്ല. ചില ആളുകളുണ്ട്, കള്ളുടിയന്മാരാണെങ്കിൽ അവരെ നമ്മൾ തള്ളും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തോന്നിവാസം ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ ഒറ്റയടിക്ക് കണ്ണും ചുമ്മി അങ്ങോട്ട് തള്ളാൻ പാടില്ല. അവരെ സമൂഹത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം. അവരോട് നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ സമൂഹത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ തയ്യാറാകണം. അങ്ങനെ ആയാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ പിന്നെ ആത്മീയ ബന്ധം അതൊക്കെ നന്നാവാൻ വലിയ കാരണമായി തീരും. അങ്ങനെ നല്ല ഒരു നിലക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവരാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ തയ്യാറായാൽ അത് വലിയൊരു മുതൽക്കൂട്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ വേഷവിധാനത്തിൽ നമുക്ക് നല്ല ഒരു പിന്നെ ഇസ്ലാമികമായ ചിട്ട വേണം. ഇന്നലെ നമ്മൾ ചോദ്യമൊക്കെ ചോദിച്ചു ആ വിഷയത്തിൽ അല്ലെ. ചോദ്യം ചോദിച്ചപ്പോ നമ്മളെ പുറത്തൂർ ഉസ്താദ് പറഞ്ഞു, ഓരോരുത്തർക്ക് അനുയോജ്യമായ വസ്ത്രം ധരിക്കുക, അതാണ് ഇസ്ലാമിന്റെ വേഷം. ഉസ്താദ്മാരായാലും ഉസ്താദ്മാര് നല്ല തലപ്പാവും നല്ല നീളക്കുപ്പായവും ഒക്കെ പിന്നെ തുണിയൊക്കെ കൊടുത്തിട്ട് അവര് നല്ല ഭംഗിയിൽ നടക്കും. അതിനനുസരിച്ച് ചിലപ്പോ നമുക്ക് നടക്കാൻ കഴിയില്ല. നമ്മളുടേതായ ജോലിക്കും ചില ആളുകളുണ്ട് പിന്നെ യൂണിഫോം ഉള്ള ആളുകൾ, അവർക്ക് എപ്പോഴും വെള്ളവസ്ത്രം ഒന്നും ധരിച്ചു കിടക്കാൻ പറ്റൂല. അവരെന്ത് ചെയ്യണം? അവരുടെ ജോലിക്ക് അനുസൃതമായ ഭക്ഷണം പിന്നെ വസ്ത്രം ധരിക്കണം. പക്ഷേ ആ വസ്ത്രത്തിൽ ഹറാമ് കലരാൻ പാടില്ല. നെരിയാണിയുടെ താഴ്ഭാഗത്തേക്ക് പിന്നെ കമ്പനി അങ്ങനെ അടിക്കുന്നുണ്ടെങ്കിലും പിന്നെ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താകാം, അത് മടക്കി വെക്കാലോ. നെരിയാണിയുടെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് എന്താകാം, പിന്നെ നമ്മുടെ പാന്റ് മടക്കി വെക്കാം. അങ്ങനെ മടക്കി വെച്ചിട്ടുള്ള ഒരു ഭാഗം മാത്രമേ നമ്മൾ ധരിക്കാൻ പാടുള്ളൂ. ഹറാമിലേക്ക് നമ്മളെ വസ്ത്രം പോകാൻ പാടില്ല, ഭക്ഷണം ഹറാമിലേക്ക് പോകാൻ പാടില്ല, നമ്മുടെ അവയവങ്ങൾ ഹറാമിലേക്ക് പോകാൻ പാടില്ല, ഹറാമായ വസ്തു നമ്മുടെ പിന്നെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. അള്ളാഹു അതിനെ തൊട്ടൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, എന്റെ സഹോദര സഹോദരിമാരെ മുഴുവനും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളൊക്കെ പാപികളാണ്, ഞങ്ങളൊക്കെ ദോഷികളാണ് റബ്ബേ. ഞങ്ങൾക്ക് ഒരുപാട് വിഷയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. എല്ലാം ഹറാം, ചെയ്യുന്നത് മുഴുവനും ഹറാമാണ് റബ്ബേ. ഈ ക്ലാസ് എടുക്കുന്നത് എങ്കിലും ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ. നീ ഞങ്ങളെ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ മുത്തഖീങ്ങളിൽ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വലിയ വലിയ മഹാന്മാർ അല്ലേ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നിർമ്മിച്ച കഅബാലയം, ആ കഅബാലയം പണിതതിന് ശേഷം അവര് ദുആ ചെയ്ത ദുആ, അല്ലാഹ് ഇത് ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, ഞങ്ങളെ നീ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ എന്ന. പടച്ചോനെ, അവരൊക്കെ ദുആ ചെയ്ത ദുആക്ക് ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത്? അവരൊക്കെ ചെയ്ത പ്രവർത്തനം അതിമഹത്തായ പ്രവർത്തനം. ആ പ്രവർത്തനം വെച്ചുകൊണ്ട് അവര് ദുആ ചെയ്യുന്നതോ കേവലം റബ്ബേ ഞങ്ങൾ നല്ലവരല്ല, ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ എന്നുള്ള ആ പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് എന്താണ് റബ്ബേ അങ്ങയോട് ദുആ ചെയ്യാനുള്ളത്? ഞങ്ങൾ എന്താണ് പറയേണ്ടത് എന്ന് ഞങ്ങൾക്ക് ലഫ്ളില്ല, ഞങ്ങൾക്ക് അതിന് വാക്കുകളില്ല റബ്ബേ. ഞങ്ങളെ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ഹൃദയം ശുദ്ധിയായാൽ ഈ പിന്നെ എല്ലാവരുടെയും ഹൃദയം നന്നായ, എല്ലാവരുടെയും ശരീരം നന്നായാൽ, ആ ഹൃദയം നന്നായാൽ ആ ഹൃദയത്തിലുള്ള ആ മാംസപിണ്ഡം നന്നാകും അല്ലെ. ആ മാംസപിണ്ഡം നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നന്നാകും. അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ലഫ്ദുകളൊക്കെ ചിന്തകളൊക്കെ അങ്ങോട്ടോ പോകുന്നുണ്ട്. ഏതായിരുന്നാലും ഞാൻ ക്ലാസ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഏതായിരുന്നാലും നമ്മളെ വിഷയം അപ്പൊ സാമ്പത്തിക ശുദ്ധിയെ കുറിച്ചായിരുന്നു. സാമ്പത്തിക ശുദ്ധി അതെപ്പോഴും ചിന്തിക്കേണ്ടതാണ്, അതെപ്പോഴും ആലോചിക്കേണ്ടതാണ്. നമ്മുടെ സമ്പത്തിൽ ഒരിക്കലും ഹറാമായ വിഷയങ്ങൾ വരാൻ പാടില്ല, ഹറാമായ വിഷയം വരാൻ പാടില്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന, അതിൽ താഴ്വാസ്താദ് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ശുദ്ധിയിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഇവിടെ എടുത്തു നിന്നാല് നമ്മുടെ വിഷയം പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോകും. ജീവിത ചിട്ടകൾ എന്ന് പറഞ്ഞുകൊണ്ട് താഴ്വാസ്താദ് ഒരു വളരെ വിലപ്പെട്ട ഒരു വിഷയം തന്നെ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ വിഷയം ഒന്ന് വെക്കാം. ജീവിത ചിട്ടകൾ നോക്ക്. നീ മന്ദിരം ഉണ്ടാക്കലിന്നൊരു നല്ലതാ, കവിഞ്ഞാൽ ചുമന്നും നാളെ നീ നിൽക്കേണ്ടതാ. ജീവിത
സാമ്പത്തിക ശുദ്ധിയിൽ വരുന്ന ഒരു വലിയ നമ്മുടെ കവിതയിൽ ഇതിൽ വരാത്ത വിഷയങ്ങളെ വരുള്ളൂ കേട്ടോ. സമകാലിക വിഷയങ്ങളെ നമ്മുടെ കവിതയിൽ വരുള്ളൂ. അതൊരിക്കലും തഴവ ഉസ്താദിന്റെ എഴുത്തിനോട് കടപിടിക്കുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ഈ സമകാലിക വിഷയങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ വീടുണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാള് മൈക്കിലേക്ക് വന്നാൽ നന്നായിരിക്കും. ഉസ്താദുമാരുടെയൊക്കെ ഉപദേശങ്ങളെ നല്ലതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത്. നമുക്ക് ലൈവ് വരാനുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരെയും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചെന്നെങ്കിലും പറയണം നമ്മുടെ ക്ലാസ് റൂമിലേക്ക്. നോക്ക് ഉസ്താദ് തന്നെ നോക്ക്. എന്റെ സഹോദരന്മാർ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വീട് ഉണ്ടാക്കുന്ന വിഷയം, അത് തഴവ ഉസ്താദ് ഈ വിഷയത്തിൽ വലിയ ഒരു വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. വീട് അത് നമുക്കൊരു വിഷയം തന്നെയാണ്. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും വീടെടുക്കുന്ന ആളുകൾ, അതാണ് ആ തഴവ ഉസ്താദിന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കാത്തത്. കാരണം ആ വിഷയം വെക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞാ തീരൂല. ഓരോ വിഷയം എടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിലും ആ വിഷയം നമുക്ക് പറഞ്ഞാ തീരൂല. ഒരു വരിയെ ഞാൻ ഇപ്പൊ വായിച്ചിട്ടുള്ളൂ. ആ ഒരു വരിക്ക് നമ്മൾ വയലു പറയുകയാണെങ്കിൽ എത്ര ദിവസം വയലു പറയണമെന്ന് അറിയോ? കാരണം ഒരു എഞ്ചിനീയറെ ഒരു വീടുണ്ടാക്കാനുള്ള ആ ഒരു മോഹം, ആ ഒരു സ്വപ്നം ഉദിച്ചത് മുതൽ വീടുണ്ടാക്കിയിട്ട് അതിന്റെ വീട്ടിൽ കൂടൽ കഴിയുന്നത് വരെയുള്ള വിഷയങ്ങൾ നമ്മൾ പറയണം. ഒറ്റ വരിക്ക് ഞാൻ പറഞ്ഞത്. തഴവ ഉസ്താദിന്റെ ഒറ്റ വരിക്ക് നമ്മൾ വ്യാഖ്യാനം പറയുകയാണെങ്കിൽ വീടുണ്ടാക്കുന്ന സ്വപ്നം മുതൽ അതിന്റെ സാമ്പത്തിക അതിന്റെ സാമ്പത്തികമായ വരവ്, അതിന്റെ വരവുകളും, അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയറെ കാണലും, വീടിന്റെ ഓരോ വിഷയങ്ങളും, എത്രത്തോളം നമ്മൾ ഉണ്ടാക്കാൻ കഴിയുമോ അത് ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ തീരൂല. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ഞാൻ തഴവ വിഷയത്തിലേക്ക് കടക്കാത്തത്. ഇപ്പൊ നമ്മൾ ചുരുക്കി പറയാ, ഒരു വീടുണ്ടാക്കുന്നതിന്റെ അനുഭവം നമ്മളൊന്ന് ചെറിയ രൂപത്തിലൊന്ന് വിലയിരുത്തുക. എന്താ നമ്മളെ അവസ്ഥ? നമ്മളെ വീട്ടില് ആകെ ഉള്ളത് ഒരു ആണും ഒരു പെണ്ണുമാണ്. അങ്ങനെ ഉള്ള ഒരു കുടുംബത്തെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. വലിയ കുടുംബത്തിനെ കുറിച്ചല്ല. ഒരു ആണും പെണ്ണും, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇനി ബാപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ അങ്ങനെയും കൂട്ടിക്കോളൂ. ഒരു ബാപ്പയും ഉമ്മയും ഭാര്യയും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവനും ഉള്ള ഒരു കുടുംബം. ആ ഒരു കുടുംബം 2 മക്കള് അല്ലെങ്കിൽ 3 മക്കള് ഒക്കെ ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും ആ കുടുംബം ഉണ്ടാക്കുന്ന വീട്, ഞാനിപ്പോ നാട്ടിൽ പോയപ്പോ ഒരു സഹോദരനോട് പറയാണ്, ഉസ്താദെ ഞാൻ കുറേ പറഞ്ഞു എന്റെ അളിയനോട്, മൂപ്പരെ പെങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ഒരുപാട് ഉള്ളുകൊണ്ട് പറയാൻ ചിരിച്ചും പോയി ചിന്തിച്ചും പോയി. കാരണം എന്താ പറഞ്ഞതെന്നറിയോ? അളിയനോട് പറഞ്ഞു പോലും, അളിയ ഇത്രയും വലിയ വീട് നമ്മൾ ഉണ്ടാക്കണ്ട. കാരണം അത് ഉണ്ടാക്കിയാല് പിന്നെ നിങ്ങളങ്ങ് മരിച്ചുപോയി വിചാരിച്ചോ. ഈ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുടെ ഈ വീടിന്റെ പെയിന്റ് അടിക്കാൻ പോലും അവരുടെ കയ്യിൽ കാശുണ്ടാകൂല. കാശില്ലാതെ ആയാലോ, കാശുണ്ടാവൂല എന്നല്ല, കാശില്ലാതെ ആയാൽ അവരുടെ അവസ്ഥ എന്താണ് ചിന്തിച്ചു നോക്കിയാട്ടെ. അയാൾ വലിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്, വലിയൊരു വീട്. ആ വീട് ആകെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ. ഒരാണും ഒരു പെണ്ണും മക്കളായിട്ട്. ഇയാളും ഇയാളുടെ ഭാര്യയും. അതിന് ഇയാള് വലിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അളിയൻ ചോദിക്കാണ്, അയാളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ചോദിക്കാണ്, ചിന്തിപ്പിക്കാനും ചിരിക്കാനോ മതി. എന്താണ്, നിങ്ങളെ അങ്ങ് മരിച്ചു പോയാൽ നിങ്ങളുടെ ഈ വീടിന് പെയിന്റ് അടിക്കണമെങ്കിൽ, ബാക്കി പണി പിന്നല്ലേ, അസൂയല്ലത്, ചിന്തിക്കാൻ വേണ്ടി പറയാള്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ വീടിന് പെയിന്റ് അടിക്കാൻ പോലും അധോഗതിയായിരിക്കും പിന്നെ ഉണ്ടാകുക. മനസ്സിലായില്ലേ? ഒരു വേറെ ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ പോട്ടെ. അതാ പറഞ്ഞു, ഒരു വിഷയം പറഞ്ഞാല് നിങ്ങൾക്ക് പല ആളുകൾക്കും പല നിലക്കും അതിനെ ഇതാക്കാണ്ടാവും. ആഗ്രഹം അല്ലേ ഉസ്താദ്? ആഗ്രഹം അനാഗ്രഹമാകാൻ പാടില്ല, അത്യാഗ്രഹമാകാൻ പാടില്ല.
ആ അത്യാഗ്രഹമാകാൻ പാടില്ല. നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ മാത്രം ചിന്തിച്ചാ പോരാ, നമ്മുടെ പിൽക്കാലത്തെ കൂടി നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇത്രയും വലിയൊരു വീടിന് പെയിന്റ് അടിക്കണമെങ്കിൽ എത്ര വില വരും, എത്ര കാശ് വരും? പെയിന്റ് അടിക്കണ്ടേ? പിന്നീട് ആ വീട് കലാകാലം അങ്ങനെ ഉണ്ടാവൂലല്ലോ, അതാകെ ചളി, പിന്നെ പൂപ്പ് ഞങ്ങളുടെ നാട്ടില് പൂപ്പ് വരും എന്ന് പറയും. ഈ പൂപ്പ് വരും, അതുപോലെ തന്നെ ചളി വരും. ഈ വീട് മോശാകുന്ന സമയത്ത് ഇയാളങ്ങ് മരിച്ചുപോയ ആളുകളൊക്കെ പറയും, ആ ഓനങ്ങ് മരിച്ചുപോയി, ആ പൂപ്പല് മോൻ മരിച്ചുപോയി, ഓന്റെ വീട് നന്നാക്കാൻ ആളില്ലല്ലോ എന്ന് പറയും. ഓന്റെ വീട് നന്നാക്കാൻ ആളില്ലല്ലോ എന്ന് പറയും. അപ്പൊ എന്താ, ഈ ഒരവസ്ഥ ആരുണ്ടാക്കി വെച്ചതാ? ആളുകൾ പറയുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചതാരാണ്? ആ പെയിന്റ് വാങ്ങണ്ടേ വാവാടുക്ക? അബ്ദുള്ളക്ക, നമുക്ക് ആ പെയിന്റ് വാങ്ങണ്ടേ? ആ പെയിന്റ് വാങ്ങണമെങ്കിൽ ഇവന്റെ ജീവിതകാലത്ത് ചിലപ്പോ ഇവൻ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഉഷാറായിരിക്കും. അതിന് നികുതി കൊടുക്കണം, അല്ലേ? അതിന് നികുതി കൊടുക്കണം, അതിന് ടാക്സ് അടക്കണം, എല്ലാം ചെയ്യണം. അതിന്റെ ഓരോ വസ്തുക്കളും പിന്നെ നശിച്ചാല് അതൊക്കെ പിന്നീട് മാറ്റണ്ടേ? ഇതിനൊക്കെ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ആകുമെന്നല്ല, ഒരു പക്ഷേ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയാൽ നമ്മളെ പിന്നെ മറ്റുള്ള ആളുകൾ ബാപ്പ വല്ലാത്തൊരു കാര്യം ചെയ്തത്, ഇത്രയും വലിയ വീടൊന്നും നമുക്ക് വേണ്ടായിരുന്നു, ഇത് നമുക്കിവിടെ വിറ്റാള എന്നൊരു ചിന്താഗതിയിലേക്കാ പിന്നെ മക്കൾ പോവുക. മനസ്സിലായില്ലേ? അപ്പൊ പിൽക്കാലത്ത് വിൽക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു നിലക്കുള്ള വീടുണ്ടാക്കി കൊടുത്തോണ്ടും കാര്യമല്ല. അപ്പൊ നമ്മൾക്ക് ആവശ്യമായ ഒരു വീടുണ്ടാക്കുക. അപ്പൊ ഈ നേരെ തിരിച്ചുകൊണ്ട് നാളെ ചാവക്കാടുള്ള പിന്നെ ഒരാൾക്ക് ഒരു രാജിയാന്ന് തോന്നുന്നു, പേരോട് ഒരു വിഷയം പറഞ്ഞു. പിന്നെ എന്താണ്, ഒരു രാജിയാര് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ വലിയ വീടുണ്ടാക്കിയത്, നിങ്ങൾക്ക് അത്ര കുട്ടികളൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്തിനാ വലിയ വീടുണ്ടാക്കിയെന്ന് ചോദിച്ചു. ആ ഹാജിയാര് പറഞ്ഞെന്താ, പിന്നെ ആ ഹാജി പറഞ്ഞത്, പിന്നെ ഉസ്താദെ, എന്റെ വീട് ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ ഭാഗത്തിലൂടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഒരു ദീനി ദാഴി കടന്നു പോവുകയാണെങ്കിൽ അയാൾക്ക് വരാനും ഇരിക്കാനും, അയാൾക്ക് വിശ്രമിക്കാനും, അയാൾക്ക് കിടക്കാനും, പിന്നെ അയാൾക്ക് വേണ്ടുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീടുണ്ടാക്കിയത്. അങ്ങനെ ആയാൽ പിന്നെ നമുക്ക് പ്രശ്നമല്ല. കാരണം ഇതുകൊണ്ട് ദീനിന് അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ആത്മീയമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഇതുകൊണ്ട് ഉപകരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് ഞാൻ പറയുന്നത് കിശോരി സാർ ഞാൻ പറയുന്നത് അങ്ങനെയല്ലോ. ഞാൻ പറയുന്നത് ഇനി ആരെങ്കിലും ചോദിച്ചാലേ അതിന് ഉത്തരങ്ങൾ പറയേണ്ടി, അതുകൊണ്ട് നിങ്ങളെ വിഷയം പറയുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ദൂർത്തായിട്ട് ആവശ്യമില്ലാതെ, ഇതൊരു ആവശ്യവുമില്ല, ആവശ്യമില്ലാതെ പിന്നെ വലിയ ഒരു പ്ലാനിൽ വലിയ ഒരു വീടുണ്ടാക്കി ദൂർത്താകുന്ന അല്ലെങ്കിൽ കാശ് ചെലവഴിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകാൻ പാടില്ല. ദീനിന് വേണ്ടി ഉപകരിക്കാണെ കുഴപ്പമില്ല, പ്രസ്ഥാനത്തിന് വേണ്ടി ഉപകരിക്കാണെ കുഴപ്പമില്ല. കേവലം ഒരു പണ്ഡിതനെ അത് ഉപകരിക്കും എങ്കിൽ അതിന് കുഴപ്പമില്ല. റംഷാദിന്റെ വീട് കുറച്ച് വലുതാന്ന് തോന്നുന്നു അല്ലേ അബൂറഫ? അതാണ് അസൂയ എന്നൊക്കെ നേരത്തെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പൊ ഏതായിരുന്നാലും ഞാന് തമാശയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, തമാശയാക്കാൻ വേണ്ടി പറയല്ല. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ വീട് ചെറുതാന്ന് തോന്നുന്നില്ലേ? പടച്ചോനെ പറഞ്ഞപ്പോ ചെറുതാന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുയോജ്യമായ ഒരു വീട്, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു അനുയോജ്യമായ വീടുണ്ടല്ലോ, വലിയ വീടല്ല, ആ അനുയോജ്യമായ വീട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇപ്പോഴും പടച്ചോനെ എത്രയോ ആളുകൾ മഴക്കാലം വരുമ്പോഴേക്ക് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുകയാണ്, പടച്ചോനെ ഞാൻ എവിടേക്കാപ്പൊ പോവുക, മഴക്കാലം വന്നാൽ എന്താ ചെയ്യാ, ഞാൻ എവിടേക്കാ പോവുക എന്നുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് വരുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത മഴ ആവുമ്പോഴേക്ക് അവരുടെ വീടൊക്കെ നല്ല ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു അവർക്കൊക്കെ അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് നല്ലൊരു വീട്, അനുയോജ്യമായ വീട് അള്ളാഹു അവർക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലൊക്കെ എത്രയോ ആളുകൾ ഉണ്ടാകും, മൈക്കെടുത്ത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. എത്രയോ ആളുകൾ ഉണ്ടാവും. കുറച്ചോനെ വീട്ടിൽ നിറച്ചു ആളാണ്. നാട്ടിൽ പോയാല് വാടകയ്ക്ക് വീടെടുക്കേണ്ടുന്ന അവസ്ഥ എത്രയോ ആളുകൾക്ക് വരാറുണ്ട്. വാടകയ്ക്ക് വീടെടുത്തിട്ട് വേണം ഒന്ന് അന്തി ഉറങ്ങാൻ. കാരണം വീട്ടിൽ ഒരുപാട് ആളുകളാ. നമ്മൾ ഗൾഫിലേക്ക് പോകുന്ന പ്രശ്നമല്ല,
നമ്മള് ഗൾഫിലേക്ക് പോന്നാല് പ്രശ്നമല്ല, അവളെ വീട്ടിലേക്ക് അങ്ങ് പോകും. നമ്മള് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ചെന്നാൽ നമ്മൾക്ക് കണ്ണൂര് ഭാഗക്കാർക്കൊക്കെ പിന്നെ പ്രശ്നമല്ല, കാരണം അവര് ഭാര്യ വീട്ടിൽ പോയിട്ട് നിന്നോളും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ള ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഭാര്യ വീട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിന്നെ കൊല്ലത്തിലൊരു പ്രാവശ്യം പോണോലും മാസത്തിലൊരു പ്രാവശ്യം പോണോലും അങ്ങനെയൊക്കെ പല നിലക്ക് പോണ ആളുകളാണ് ഉണ്ടാകുക. അപ്പൊ അവർക്കൊന്നും കൂടുതൽ അടയിരിക്ക അങ്ങനെ പറയല്ലേ. അങ്ങനെ പറഞ്ഞാല് കണ്ണൂർ ജില്ലക്കാരൊക്കെ നമ്മളെ സഫുവാൻ KP കണ്ണൂരാണ്, അവരൊക്കെ നമ്മളെ മോശം അവരൊക്കെ നമ്മളെ മോശമായിട്ട് തെറ്റിദ്ധരിക്കും. അപ്പൊ നമ്മളെ ഒരു ജില്ലക്കാരെ നമ്മളെ മോശമാക്കേണ്ട, അവരുടെ നാട്ടിൽ അങ്ങനെയാണ്, അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് അതുകൊണ്ട് കുഴപ്പമുണ്ടാവൂല. മിണ്ടണ്ട, അവർക്ക് അതുകൊണ്ട് കുഴപ്പമുണ്ടാവൂല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, അപ്പൊ നമ്മൾ നാട്ടിൽ ചെന്നാല് നമ്മളെ ഭാര്യയും മക്കളെയും കൂടെ കൂട്ടിയിട്ട് പിന്നെ വാടകയ്ക്ക് ഒരു റൂം എടുത്തിട്ട് താമസിച്ച് 1, 2, 3, 4, 5, 6 മാസം നിന്നിട്ട് തിരിച്ചു വരുന്നുണ്ടെന്ന പിന്നെ ഒരു അവസ്ഥയുള്ള എത്രയോ പ്രവർത്തകന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അനുയോജ്യമായ വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സമയത്തും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പൊ ഇത് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അടുത്ത മഴ വരുമ്പോഴേക്ക് റബ്ബേ നീ അവർക്ക് നല്ലതായൊരു വീട് കൊടുക്കണം. പിന്നെ പടവ് ചെയ്തിട്ടവരുണ്ട്. പഠിച്ചവനെ ഏതെങ്കിലും ഒരു കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ, ഹലാലായ കാശ് കിട്ടിയിരുന്നെങ്കിൽ, ലോൺ എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ലോൺ എടുത്തിട്ട് അതെല്ലാം കൂടി ബാങ്കിൽ പോയിട്ട് അത് പലിശയും അങ്ങനെ ഹറാമായ നിലക്ക് എടുക്കണ്ട. എല്ലാവരും അങ്ങനെ എടുക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ വേണ്ട. തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, പിന്നെ വാർക്കാന് പിന്നെ കോൺക്രീറ്റിന്റെ ഉദ്ദേശിച്ച ആളുകളൊക്കെ ഉണ്ട്, പല ആളുകളുണ്ട്. ലോൺ എടുക്കാതെ പഠിച്ചോനെ ഹറാമായ പലിശ പിന്നെ കലരാതെ എങ്ങനെയെങ്കിലും ഒരു പിന്നെ വീടെടുക്കേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ പഠിച്ചോനെ അടുത്ത മഴ വരുമ്പോഴേക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് കോൺക്രീറ്റ് ചെയ്യാൻ, വീട് കോൺക്രീറ്റ് ചെയ്ത് ചോരാത്ത നിലക്ക് ഒരു താൽക്കാലികം ഒരു ജനലും താൽക്കാലികം ഒരു വാതിലും വെച്ചിട്ട് കൂടാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷം നീ കൊടുക്കണേ റഹ്മാനെ എന്ന് ഞാൻ ഈ സമയത്ത് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. നിങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യണം. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പറയാൻ തന്നാല് നമുക്ക് ക്ലാസ് എടുക്കാൻ ടൈം ഉണ്ടാവൂല, നമുക്ക് പ്രശ്നം പറയാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ പ്രശ്നത്തിലേക്ക് ഞാൻ വരാത്തത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത്യാദി വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ബന്ധപ്പെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ പരസ്പരം ആഗ്രഹിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊരു കുടുംബം പോലെ നമ്മുടെ പ്രസ്ഥാനം മുമ്പോട്ട് പോകണം. അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കിപ്പോ വിളി വരും. കല്ലാച്ചി ഉസ്താദ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ഉസ്താദ്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് റൈസാന്റെ ഇത് മൈക്ക് വെറുതെ ഫ്രീ ആക്കി ഇടണ്ടല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നേരത്തെ പറയുന്നത്. പിന്നെ ഉസ്താദ്മാരാരെങ്കിലും മുകളിലേക്ക് വന്നാൽ ഞാൻ താൽക്കാലികമായി മൈക്ക് വിടും. എനിക്കിപ്പോ പോകേണ്ടെന്ന ഒരു ആവശ്യമുണ്ട്. എനിക്കിപ്പോ വിളി വരും. പിന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് സാമ്പത്തിക ശുദ്ധി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പിന്നെ സ്വഭാവത്തിൽ വിശ്വാസം സ്വഭാവത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? സ്വഭാവത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? സ്വഭാവത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അറിയോ? വിനയം വേണമെന്ന് പറഞ്ഞു. പിന്നെ തഖ്വ വേണമെന്ന് പറഞ്ഞു. പിന്നെ സ്വഭാവത്തിൽ വിനയം പറഞ്ഞു, തഖ്വ പറഞ്ഞു. ആത്മീയതക്കുള്ള വിഷയങ്ങളാ പറയുന്നത്. പക്ഷെ അതിൽ സ്വഭാവത്തിന്റെ വിഷയത്തിൽ തന്നെ നമ്മള് തഖ്വ പറഞ്ഞു, വിനയം പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? സാമ്പത്തിക ശുദ്ധി എന്ന് പറഞ്ഞു അല്ലേ? സാമ്പത്തിക ശുദ്ധി പറഞ്ഞില്ലേ? സാമ്പത്തിക ശുദ്ധിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി.
തന്റെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം ശുദ്ധീകരണം ഉണ്ട്, ആ വിഷയത്തിലൊക്കെ നമ്മൾ ശുദ്ധിയാകാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ അത് സാമ്പത്തിക ശുദ്ധിയാണ്. മനസ്സിലായില്ലേ? സാമ്പത്തിക ശുദ്ധിയാണ്. പിന്നെ നമ്മളെന്താ പറഞ്ഞത്? പിന്നെ നമുക്ക് പറയാൻ പോകുന്ന വിഷയം ഇൻഷാ അല്ലാഹ് സാമ്പത്തിക ശുദ്ധിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഇൻഷാ അല്ലാഹ് നാളെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ദീർഘ ആയുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ അതിനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ സമയത്തിന്റെ പരീക്ഷയുടെ സമയമാണ്. ഈ സമയത്തെ അവര് വിജയത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എങ്ങനെയെങ്കിലും നല്ല പരീക്ഷ എഴുതി എനിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ നമുക്കുണ്ട്. അത് പല മേഖലയിലും ഉണ്ട്. സ്കൂളിൽ മാത്രമല്ല, കോളേജ് അടിസ്ഥാനത്തിലുണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂ ആയിട്ട് പല മേഖലയിലും ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തകന്മാർക്കും പ്രവർത്തകന്മാരുടെ സന്തതികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ പരീക്ഷയിലുള്ള വിജയം നൽകുമാറാകട്ടെ. പരീക്ഷ എഴുതാനുള്ള എല്ലാവിധ കൂർമ്മ ബുദ്ധിയും അല്ലാഹു അവർക്കൊക്കെ നൽകുമാറാകട്ടെ. ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യം വായിച്ച് ഉത്തരം എഴുതാനുള്ള നല്ല ഒരു ബുദ്ധി അല്ലാഹു അവർക്കൊക്കെ പ്രദാനം കൊടുക്കുമാറാകട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ ചില കുട്ടികളുണ്ട്, നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളാ. കുട്ടികൾക്ക് ഉത്തരമൊക്കെ അറിയാൻ കഴിയും. കുട്ടികൾക്ക് ഉത്തരമൊക്കെ അറിയാൻ കഴിയും. പക്ഷേ കുട്ടികള് ചോദ്യം വായിക്കൂല. അതൊക്കെ നിങ്ങള് നാട്ടിലേക്ക് വിളിച്ച് പറയുന്ന സമയത്തും നാട്ടിലുള്ള ആളുകളൊക്കെ കുട്ടികളോട് പറയേണ്ട പ്രത്യേകമായ ഒരു ഉപദേശമാണ്. അത് നമ്മളെ ഡോക്ടർ സാറൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് പറയാണ്. കുട്ടികളോട് പറയണം, പരീക്ഷ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാല് നമ്മൾ പൊതുപരീക്ഷക്കൊക്കെ പോകുന്ന സമയത്ത് ചില ഉസ്താദ്മാര് പറയും, ആ കുട്ടി തോൽക്കാൻ ഒരിക്കലും ഉസ്താദെ വഴിയില്ല, ആ കുട്ടി പരീക്ഷ മോശമാകാൻ ഒരിക്കലും വഴിയില്ല എന്ന് ചില കുട്ടികളെ പറ്റി പറയാറുണ്ട്. അപ്പൊ നമ്മൾ പറയും, നമ്മളെന്ത് ചെയ്യാൻ, ആ ചോദ്യം നമ്മൾ ഉഷാറായിട്ട് വായിച്ചു കൊടുത്തു, അത് ഹല്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിയെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാന്ന് പറയും. അപ്പൊ ഏറെക്കുറെ കുട്ടികൾക്കും വരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് കുട്ടികൾ ചോദ്യപേപ്പർ വായിക്കൂല. കുട്ടികൾ ചോദ്യപേപ്പർ വായിക്കൂല. ചോദ്യപേപ്പർ വായിച്ച് ചോദ്യം വായിക്കൂല. ചോദ്യം നല്ലോണം ആവർത്തിച്ച് വായിക്കണം, എന്നാലേ ഉത്തരം മനസ്സിൽ വരും. ചിലപ്പോ ഒരേ ഉത്തരമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഉത്തരം ഒന്നായിരിക്കും, ചോദ്യങ്ങൾ പലതായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കും, ഈ ചോദ്യം അതിനൊരിക്കലും വരൂലല്ലോ, അല്ലെങ്കിൽ ആ ഉത്തരത്തിന് ഈ ചോദ്യം എന്തായാലും വരൂലല്ലോ എന്നൊക്കെ കൺഫ്യൂഷൻ ആക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പല ഭാഷയിലുള്ള ചോദ്യമായതുകൊണ്ട് കുട്ടികളോട് പരമാവധി വായിക്കാൻ വേണ്ടി ഉപദേശിക്കണം. വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാവൂ. കുട്ടികൾ പഠിച്ചു വന്നത് അങ്ങനെ തന്നെ. ഞങ്ങളൊക്കെ സ്കൂൾ പഠിച്ച കാലത്ത് അങ്ങനെ ആയിരുന്നു. പല പേപ്പറും കിട്ടുമ്പോ ചോദ്യത്തിന്റെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇപ്പുറത്തൊക്കെ തുടങ്ങും, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് തുടങ്ങും. എന്നിട്ട് എല്ലാം കൂടിയും കൂട്ടിക്കഴിച്ചിട്ട് ഒരു ഉത്തരാക്കിയിട്ട് ഇടുന്ന ഒരു അവസ്ഥയായിരുന്നു പണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത്. നിങ്ങൾ പഠിച്ച കാലത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അന്ന് പരീക്ഷ എഴുതൽ. കാരണം ചോദ്യം തന്നെ വായിക്കാൻ നമുക്ക് കിട്ടൂല. ചോദ്യം തന്നെ വായിക്കാൻ നമുക്ക് കിട്ടൂല. അപ്പൊ എന്താ ചെയ്യാ? കുട്ടികളൊക്കെ എന്ത് ചെയ്യും? അപ്പുറത്തെ ചോദ്യം എടുത്ത് ഇപ്പുറത്തേന്റെ ഉത്തരാക്കൂ, ഇപ്പുറത്തേന്റെ ഉത്തരം എടുത്തിട്ട് അപ്പുറത്തേന്റെ ചോദ്യവും ആക്കൂ. ഇങ്ങനെയൊക്കെ ഒരവസ്ഥയായിരുന്നു. അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. കുട്ടികളോട് പരമാവധി ചോദ്യം വായിച്ചിട്ട് അതിന് നഷ്ടപ്പെടും, പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ ആ വിഷയത്തിൽ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.